പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ എന്നും എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയുള്ളവരും കടപ്പെട്ടവരുമായി ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത ദാനിയേൽ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ ചില പ്രിയപ്പെട്ടവരുടെ ആഹ്വാനപ്രകാരവും ചിന്തകളും കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇടുകയും ഒരു ദോഷവും സംഭവിക്കാതെ ദാനിയേൽ സൗഖ്യത്തോടും ആരോഗ്യത്തോടും ഒരു കേടുപാടുകളും സംഭവിക്കാതെ താൻ പുറത്തു വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ വേദപുസ്തകത്തിൽ കുഴിയിലിട്ടതായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ദേവദാസനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഇടയായി. അത് മറ്റാരുമായിരുന്നില്ല, യിരെമ്യാവിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 7 വാക്യം. അവർ യിരെമ്യാവിനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യിരെമ്യാവ് വളരെ ശുഷ്കാന്തിയോടുകൂടെ ഇസ്രായേൽ മക്കൾക്കും ഇടിവിൽ നിന്നുകൊണ്ട് പ്രവചന ശുശ്രൂഷ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. താൻ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ യഹോവയോട് പറയുകയാണ്, എനിക്ക് പറയത്തക്ക കഴിവുകൾ ഇല്ല, അതിനുള്ളതായിരിക്കുന്ന യോഗ്യതകൾ ഇല്ല. എങ്കിലും അങ്ങനെ വിളിച്ചതിന്റെ വെളിച്ചത്തിലും എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് അങ്ങയുടെ വേല കൃത്യമായിട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. യിരെമ്യാവിന്റെ പുസ്തകം 1 അധ്യായം 1 മുതലുള്ളതായിരിക്കുന്ന വാക്യശകലങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യിരെമ്യാവ് യഹോവയോട് പറയുന്നുണ്ട്, എനിക്ക് കഴിവുകളൊന്നുമില്ല, അതിനുള്ള പ്രാപ്തി എനിക്കില്ല, അതിനുള്ളതായിരിക്കുന്ന യാതൊരു വിധമായ ശാരീരികവും മാനസികമായിരിക്കുന്ന ഒരു ഒരുക്ക കഴിവ് എനിക്കില്ല. അപ്പോൾ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞൊരു കാര്യം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. 2, നീ പുറത്ത് വരുമ്പോൾ, നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കണ്ട ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന എന്റെ വാത്സല്യ പ്രിയമുള്ളവരെ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം ജനിക്കുന്നതിന് മുൻപ്, നാം ഉരുവാകുന്നതിന് മുൻപ് നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മെ വേർതിരിച്ച, നമ്മെ ശുദ്ധീകരിച്ച ഒരു ദൈവമുണ്ട്. എന്തിനാണ് കണ്ടത്? എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാവരെയും ശുദ്ധീകരിക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികളോടുള്ളതായ സമീപനവും അവർക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ശുശ്രൂഷയുടെ വരങ്ങളും അവരിലൂടെ സമൂഹത്തിന് നൽകുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനകരമായി തീരും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മോശ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ ഉയരത്തിൽ കണ്ടതായിരിക്കുന്ന അഗ്നി
എന്തെന്നറിയുവാൻ വേണ്ടി താൻ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തന്നോട് പറഞ്ഞൊരു വാക്ക്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു വെക്കുക, എന്റെ അടുക്കിലേക്ക് വരിക, എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് നിന്നോട് അറിയിപ്പാനുണ്ട്. മോശയുടെ ജനനം തന്നെ വ്യത്യസ്തമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മിസ്രൈമിൽ ആൺകുട്ടികൾ ജനിക്കുന്നു എങ്കിൽ സൂര്യകർമ്മിണികൾ അധികാരികളെ അറിയിക്കണം. ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ ആൺകുട്ടികളെ കൊന്നുകളയും. എന്നാൽ മോശയെ അവർക്ക് പറഞ്ഞു കൊടുക്കാനോ കൊല്ലുവാനോ താല്പര്യമില്ലായിരുന്നു. കാരണം അതാ ജനിച്ചപ്പോൾ തന്നെ സുന്ദരനും കോമളത്വമുള്ളവനും സൗന്ദര്യമുള്ളവനുമായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഈ ഇസ്രായേൽ മക്കളെ അടിമനുഖത്തിന്റെ കീഴിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മുന്നമേ കണ്ട ഒരു വ്യക്തിയാണ്. ഓരോ വ്യക്തികളെയും ദൈവം കണ്ട് വേർതിരിച്ചത് അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, അത് ഏത് മേഖലയിലാണെങ്കിലും അവിടെ ശോഭിച്ചു നിൽക്കുവാൻ വേണ്ടിയാണ്. ശോഭയേറുന്ന ഒരു ശുശ്രൂഷ കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യിരെമ്യാവിനോട് പറഞ്ഞത്, നീ ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ കണ്ടു, നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു, ഇപ്പോൾ ജനത്തിന്റെ ഇടയിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ യിരെമ്യാവ് പറയുന്നതുണ്ട്, 37 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല. ഇവിടെ വായിക്കുന്നെങ്കിൽ ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, യജമാനന് ദോഷം ചെയ്തിട്ടില്ല, കാവൽക്കാർക്ക് ദോഷം ചെയ്തിട്ടില്ല, സമൂഹത്തിന് ദോഷം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനും മധ്യേ നിന്നുകൊണ്ട് മധ്യസ്ഥനായി. ആ ഒരു തെറ്റ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒറ്റയ്ക്ക് നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം സമൂഹത്തിൽ ഉന്നതമായ അനുഗ്രഹങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും അലങ്കരിക്കപ്പെട്ട നമ്മെ കൈപിടിച്ചുയർത്തുമ്പോൾ ഏത് വിധത്തിലും ദോഷം കാണുവാൻ വേണ്ടി കുറെ ആളുകൾ, ദോഷം പറയുവാൻ കുറെ ആളുകൾ, നിന്ദിക്കുവാൻ കുറെ ആളുകൾ, പരിഹസിക്കുവാൻ കുറെ ആളുകൾ, ഏത് വിധത്തിലും ആ സ്ഥാനത്ത് നിന്നില്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഓർക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നവരാകരുത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുന്നവരാകരുത്. വളരെ ക്ഷീണാവസ്ഥയിലായിരുന്ന ആ പ്രിയപ്പെട്ടവൻ അതേ കുഴിയിൽ അവർ ഇട്ടുകളഞ്ഞു എന്നാണ്, പൊട്ടക്കിണറ്റിലിട്ട് കളഞ്ഞു. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പൊട്ടക്കിണറ്റിലാണ്. കടിച്ചു കീർന്ന സിംഹത്തിന്റെ നടുവിലേക്ക് ഇട്ടു. ഇവിടെ ഇപ്പോൾ പൊട്ടക്കിണറാണ്. അതിനകത്ത് തേളുണ്ടാകും, പാമ്പുണ്ടാകും. അവിടെ വായിക്കുന്നത് ചേറായിരുന്നു എന്നാ വായിക്കുന്നത്. ചേറ് മാത്രമായിരുന്നു. ഒരു കാല് ചവിട്ടുമ്പോൾ മറ്റൊരു കാല് താന്നു പോകുന്ന അവസ്ഥയാണ്. ചേറിൽ നിന്നും ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. താന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്ന പ്രിയപ്പെട്ടവൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിപ്പാനിടയായി തീർന്നു. 38 സങ്കീർത്തനം 9 വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്റെ ആഗ്രഹം നിന്റെ മുൻപിലിരിക്കുന്നു. ഈ കുഴിയിൽ കിടക്കുമ്പോഴും വേദനയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോഴും മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഇവിടെ ദാവീദ് പറഞ്ഞത്, എന്റെ ആഗ്രഹം നിന്റെ മുൻപിൽ ഇരിക്കുന്നു. നമ്മുടെ എല്ലാം മുൻപിൽ ഒരാഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഒരാഗ്രഹമുണ്ട്. ഭവനത്തെ കുറിച്ചൊരാഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങളെ കുറിച്ചൊരാഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളെ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. 60 സങ്കീർത്തനം 8 വാക്യത്തിൽ വായിക്കുമ്പോൾ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടും. നിനക്ക് പ്രിയമുള്ളവനാണ് കിടക്കുന്നത്, അതുകൊണ്ട് നീ തന്നെ വിടുവിക്കുവാനിടയായി തീരണം. 142 സങ്കീർത്തനം 2 വാക്യം വായിക്കുമ്പോൾ, എന്റെ സങ്കട അപേക്ഷ ഞാൻ നിന്നോട് അറിയിക്കുന്നു. എന്റെ സങ്കടങ്ങൾ, എന്റെ വേദനകൾ, ഭാരങ്ങൾ ഞാൻ നിന്നോട് അറിയിക്കുന്നു എന്നാണ്. 22 സങ്കീർത്തനം 19 വാക്യത്തിൽ വായിക്കുമ്പോൾ, നീ അകന്നിരിക്കരുത്, എന്നെ സഹായിപ്പാൻ നീ വേഗം വരണമേ. ദൈവദാസനായിരിക്കുന്ന യിരെമ്യാവ് നല്ലൊരു പ്രവാചകനായി, ശുശ്രൂഷകനായി
സമൂഹത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ, വിളങ്ങി നിൽക്കുമ്പോൾ, ശോഭിച്ചു നിൽക്കുമ്പോൾ, തൻ്റെ പ്രവർത്തനം സഭയ്ക്കും സമൂഹത്തിനും എല്ലാവർക്കും ശോഭയായി മാറിയപ്പോൾ തന്നെ കൊല്ലുവാൻ ചില ശത്രുക്കൾ ഒരുങ്ങി. അങ്ങനെ പൊട്ടക്കിണറ്റിലിട്ടു. എങ്കിലും തന്റെ ആഗ്രഹം യഹോവയിൽ വെച്ചു. തന്റെ ഹൃദയത്തിലെ ആഗ്രഹം പകർന്നുകൊണ്ടിരുന്നു. എന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇട്ടതായിരിക്കുന്ന പടയാളികളിൽ 2 പേർക്ക് അന്ന് ഉറക്കം വന്നില്ല. എന്തും വരട്ടെ, ശിക്ഷ എന്തുമാകട്ടെ, മരണമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ തീരുമാനമെടുത്തു. അങ്ങനെ അവർക്ക് വടം കിട്ടിയില്ല, കയറ് കിട്ടിയില്ല. അതുകൊണ്ട് പഴന്തുണികൾ കൂട്ടിക്കെട്ടി ഈ പൊട്ടക്കടലിലേക്ക് ഇട്ടുകൊടുത്ത് രാത്രിയുടെ നിമിഷങ്ങളിൽ യിരെമ്യാവിനെ രക്ഷിപ്പാനിടയായി തീർന്നു. കണ്ടോ, നിന്റെ ആഗ്രഹം എന്താണോ വിടിവിക്കുന്ന ഒരു ദൈവം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിന്റെ യാചനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. നിന്നെ ചവിടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കും. ഞാൻ എൻ്റെ വാക്കിൽ കൂടി അവസാനിപ്പിക്കുകയാണ്. കരുണയുള്ള ആ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഓരോ പ്രിയപ്പെട്ടവർക്കും ആശ്വാസവും വിടുതലുമായി തീരാൻ സഹായിക്കണം. അപ്രകാരം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, സ്വദേശത്തും വിദേശത്തും ജോലിയായിരിക്കുന്നവര്, ഗൾഫിലുള്ളവരുണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്, അമേരിക്കയിലുള്ളവരുണ്ട്, വിവിധ രാജ്യങ്ങളിൽ പഠിക്കുവാൻ പോയ കുഞ്ഞുങ്ങൾ, കുടുംബമായിട്ട് താമസിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനേക പ്രിയപ്പെട്ടവര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളും ആശ്വാസമെന്ന് കേൾക്കാൻ കഴിയുന്നതിൽ വളരെ അധികം സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കാം.